സോ ഹായ് മക്കളെ, വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിനു വേറെ സൊല്യൂഷൻ. ഞാൻ നിങ്ങൾ സ്വന്തം മനുസറാണ്. നമുക്ക് എന്ത് ചെയ്യാം, വളരെ ട്രിക്കി ആയിട്ടുള്ളതും കൺഫ്യൂസിങ് ആയതും ബട്ട് ഏറ്റവും സിമ്പിൾ ആയതും ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ഉറപ്പാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. യെസ്, സ്റ്റാർട്ട് ചെയ്യാം. ചോദ്യം എങ്ങനെയാട്ടോ, വായിച്ചു വയ്ക്കാം. The value of magnification of an image is +4. Which lens is used here? Write the characteristics of the image. Character എഴുതണം. ഒരു പ്രതിബിംബത്തിന്റെ ആവർത്തനം +4 ആണ് എങ്കിൽ ലെൻസ് ഏത്, സവിശേഷത എന്തൊക്കെ? എനിക്കറിയാം നിങ്ങൾ ഇപ്പൊ തന്നെ ഓർമ്മയിലേക്ക് വരും, M+4 ആണ്, അതുകൊണ്ട് ഇത് ഏതാണ്? ഇത് കോൺകേവ് ആണെന്ന് നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. പക്ഷെ മക്കൾ, ഇത് കോൺകേവ് അല്ലടാ, ഇത് കോൺവെക്സ് ആണ്. എങ്ങനെ കോൺവെക്സ് നമുക്ക് നോക്കാം. 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, എമ്മിന്റെ വില നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്താണ്, അത് റിയൽ ഇമേജ് ആയിരിക്കും, യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി എമ്മിന്റെ വില പോസിറ്റീവ് ആണെങ്കിൽ എന്താ അർത്ഥം? മിഥ്യയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ലഭിച്ച ഇമേജ് എന്താണ്? ഒരു മിഥ്യയാണ് അല്ലെ, വെർച്വൽ ഇമേജ് ആണ്, ഒരു സംശയവും വേണ്ട. പക്ഷെ ഇവിടെ ഒരു കാര്യം കിടക്കുന്നുണ്ട്. എന്താ കാര്യം എന്നറിയാവോ? ഇവിടെ മിഥ്യ ആയതുകൊണ്ട് കോൺകേവ് ആണെന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ കോൺവെക്സും എന്തുണ്ടാക്കുന്നുണ്ട്? മിഥ്യ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കണം. ഇത് +4 ആണ് അല്ലെ. ഇത് മറ്റൊരു പോയിന്റ് പറയുമ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. എമ്മിന്റെ വില 1 വലുതാണെങ്കിൽ വലിയ ഇമേജ് ആണ്, എൻലാർജ് ഇമേജ് ആണ് അല്ലെ, എൻലാർജ്ഡ് കിട്ടും. എമ്മിന്റെ വില 1 ചെറുതാണെങ്കിലോ ഡിമിനിഷ്ഡാ കിട്ടുക. ഏതാ കിട്ടുക? ഡിമിനിഷ്ഡ്, ചെറിയ പ്രതിബിംബമാണ് കിട്ടുക. ഇനി എമ്മിന്റെ വില 1 ആണെങ്കിലോ എല്ലാവർക്കും അറിയാം സെയിം സൈസ് ആണ്. വസ്തുവിന്റെ വലുപ്പവും പ്രതിബിംബ സൈസും വലുപ്പം എന്തായിരിക്കും? തുല്യമായിരിക്കും, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ നോക്കൂ, +4. ഇത് ശരിക്കും എന്താണ്? ഇത് പ്ലസും 4ഉം ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്ലസ് ആയതുകൊണ്ട് മിഥ്യയാണ്. ഇത് 4 ആണ്. 4 ആയതുകൊണ്ട് എന്താ സംഭവം? 4 ആയതുകൊണ്ട് ഇത് 1 വലുതായതുകൊണ്ട് എന്ത് ഇമേജ് കിട്ടുക? എൻലാർജ് ഇമേജ് കിട്ടുക. എൻലാർജ് ഇമേജ്, വലിയ പ്രതിബിംബം കിട്ടുക. നമ്മുടെ കോൺകേവ് ഒരിക്കലും എന്തുണ്ടാക്കില്ല? വലിയ പ്രതിബിംബം ഉണ്ടാക്കില്ല. കോൺകേവ് എല്ലായ്പ്പോഴും എന്താ ഉണ്ടാക്കുക? ചെറിയ ഇമേജിൽ ഉണ്ടാക്കുള്ളൂ. നമുക്കറിയാലോ, കോൺകേവ് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്കിതാ ഇവിടെയല്ലേ ഇമേജ് കിട്ടുക, ചെറിയ ഇമേജല്ലേ കിട്ടുക, അറിയാലോ. സോ കോൺവെക്സ് ആ കിട്ടുക. ഇനി കോൺവെക്സിൽ ഇടയ്ക്കുമ്പോൾ കിട്ടുക, ഞാൻ കാണിച്ചു തരാം. കോൺവെക്സിന്റെ കേസിൽ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, ഞാൻ ഒബ്ജക്റ്റ് എഫിന്റെയും ലെൻസിന്റെയും ഇടയ്ക്ക് ഞാൻ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഏതാ ഇങ്ങനെ പോയിട്ട് രണ്ടാമത്തെ ലൈറ്റ് ഡൈവേജ് ചെയ്ത് പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എത്തും. അപ്പൊ ഇവിടെ നമുക്ക് ഇമേജ് കിട്ടുക. റേ ഡയഗ്രവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി കോണ്ടന്റ് വീഡിയോ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്, അത് കണ്ട് പഠിക്കുക. റേ ഡയഗ്രം പഠിക്കാതെ എക്സാമിന് പോവരുത്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കൂ, ഇത് വിർച്വൽ ഇമേജ് അല്ലേ? ആണ്. ഒബ്ജക്റ്റ് വലുതല്ലേ? ആണ്. അപ്പൊ എൻലാർജ് ആണ്, വലുതാണ്. അപ്പൊ ഇത് ഏത് ലെൻസ് ആണ് മക്കളെ? ഇത് കോൺവെക്സ് ആണ്. ഏതാ ലെൻസ്? ഇത് കോൺവെക്സ് ആണ്. ഒരിക്കലും മറക്കരുത്, ഇത് കോൺവെക്സ് ലെൻസ് ആണ്, ഇത് കോൺകേവ് അല്ല. കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ മറ്റൊരു ചോദ്യം ഉണ്ട്. അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയ ചോദ്യമാണ്. നല്ല നേക്കിടലേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞുതരാം, നേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ചോദ്യം വായിച്ചോ. When Raju experimented with a convex lens and he tabulated the values of magnification, check if these values are correct. അതായത് രാജു കോൺകേവ് ദർപ്പണം, കോൺകേവ് അല്ല കേട്ടോ, കോൺവെക്സ് ആക്കാം നമുക്ക്. ഞാൻ ഇതിലേക്ക് എഴുതിയ സമയത്ത് ഇങ്ങനെ ഏതാണ്, ഇത് കോൺവെക്സ് ആണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. കോൺവെക്സ് ദർപ്പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കണ്ടോ, കോൺവെക്സ് ആണ് നടത്തിയപ്പോൾ വിലകൾ ലഭിച്ചു. ആർക്ക്? ആവർത്തനത്തിന്. അപ്പൊ ഈ വിലകൾ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ കണ്ടെത്താൻ പോവാണ്. റെഡിയാണേ? എങ്ങനെ കണ്ടെത്താം? -1 ആദ്യം കിട്ടിയത്. മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൈനസ് ആയതുകൊണ്ട് നെഗറ്റീവ് ആയാൽ എന്താണ്? അത് റിയൽ ആണ്. റിയൽ, യഥാർത്ഥ പ്രതിബിംബമാണ്. തലകീഴ് ഏതാണ്? അതിന് എക്സ്ട്രാ എഴുതേണ്ട കാര്യമല്ലല്ലോ. രണ്ടാമത്തെ കാര്യം, 1 അല്ല ഇവിടെ കിട്ടിയത്. എമ്മിന്റെ വാല്യൂ 1 അല്ലേ? ഇത് മൈനസും 1ഉമാണ് പറയുന്നത്, മനസ്സിലാക്കി എടുക്കണം. നെഗറ്റീവ് പോസിറ്റീവ് റിയൽ ആണോ വെർച്വൽ ആണോ തീരുമാനിക്കുക. 1 ആണെങ്കിലോ, 1 ആണെങ്കിൽ സെയിം സൈസ് ആണ്. നമുക്ക് നമ്മുടെ ഈ കോൺവെക്സ് ലെൻസ് സെയിം സൈസ് ഇമേജ് തരുന്നുണ്ടോ? ഒരേ വലുപ്പം തരുന്നുണ്ടോ? ഒരേ വലുപ്പം ഉണ്ടല്ലോ. എവിടെ കിട്ടുന്നത്? 2F വെച്ചാൽ
അറ്റ് 2 വെച്ച് നമുക്ക് ഇമേജ് എവിടെ കിട്ടുക 2 തന്നെ കിട്ടും. അപ്പൊ ഇത് കിട്ടും. ഇനി ട്രിക്ക് കൂടി ഉണ്ട്. നെഗറ്റീവ് വന്നോ, നെഗറ്റീവ് വന്നാൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. നെഗറ്റീവ് റിയൽ ഇമേജ് ആണ്. എല്ലാവർക്കും അറിയാം യഥാർത്ഥ നെഗറ്റീവ് ഉണ്ടാക്കുന്ന ആരാണ്? കോൺവെക്സിന് മാത്രമേ നെഗറ്റീവ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതിനെ പറ്റി ആലോചിക്കേണ്ട കേസ് വരും. ഇത് രണ്ടും കിട്ടും, ഇതും കിട്ടും, ഇതും കിട്ടും, ഇതും കിട്ടും. നമുക്ക് ഈ പോസിറ്റീവ് മച്ചാന്മാരെ മാത്രമാണ് ഡൗട്ട് ഉള്ളത്. ഈ മച്ചാന്മാരെ കിട്ടുമോ എന്ന് മാത്രം നമുക്ക് ഡൗട്ട് ഉള്ളൂടാ. അവിടെ നമ്മൾ നോക്കേണ്ട കാര്യമുള്ളത്. നമുക്ക് അടുത്ത് നോക്കാനുള്ള -2. -2 കിട്ടുമോ? കിട്ടും. എന്തുകൊണ്ട് കിട്ടും? റിയൽ ആണ്. 2 എന്ന് പറഞ്ഞാല് 2 ആണ്. 2 -2 അല്ല, -2 ആണ്. 2 എന്ന് പറഞ്ഞാൽ എല്ലാജ് വലിയല്ലേ, ഒന്നിനെക്കാട്ടും വലുതല്ലേ. അപ്പൊ എല്ലാജ് ഇമേജ് കിട്ടും. അത് നമ്മൾ തൊട്ടുമ്പോ പറഞ്ഞ പ്രോബ്ലത്തിലുണ്ട്. അപ്പൊ അതും കിട്ടും അല്ലെ. ഇനി അടുത്തത് +1. എടാ +1 കിട്ടുമോടാ? ആലോചിച്ച് നോക്ക്. പ്ലസ് ആവുമ്പോൾ നമുക്ക് അറിയാം മിഥ്യയാണ് അല്ലെങ്കിൽ വെർച്വൽ ആണ് അല്ലെ. വെർച്വൽ ആണ്. 1 ആയതുകൊണ്ട് സെയിം സൈസ് അല്ലേ. എടാ സെയിം സൈസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? വെർച്വല് കോൺകേവിന് വെർച്വൽ ഉണ്ടാക്കാൻ പറ്റിയ വലുത് മാത്രമേ പറ്റുള്ളൂ. സോറി, കോൺവെക്സിന് വലുത് മാത്രമേ പറ്റുള്ളൂ. കോൺകേവ് ചെറുതുണ്ടാക്കും. പക്ഷെ നമ്മളോട് ചോദിച്ചത് എന്താണ്? കോൺവെക്സ് ചോദിച്ചേ. കോൺവെക്സിന് ഒരിക്കലും എന്തുണ്ടാക്കാൻ പറ്റൂല? സെയിം സൈസ് പറ്റൂല, ചെറുതും പറ്റൂല, വലുത് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതും പറ്റൂല. ഇവിടെ നോക്കിയോ, ഇത് മിഥ്യയാണ്, വെർച്വൽ ആണ്. കൂടാതെ എന്താണ്? ഡിമിനിഷ്ഡ് ആണ്. ഡിമിനിഷ്ഡ് ചെറുതാണ്. കിട്ടുമോ? ഇല്ല. കോൺവെക്സ് എന്ത് ഉണ്ടാക്കൂല? ചെറുത് ഉണ്ടാക്കൂല. കോൺവെക്സ് ഉണ്ടാക്കൂല, സെയിം സൈസ് ഉണ്ടാക്കൂല. അപ്പോ +2 ഉണ്ടാക്കുമോ? +2 ഉണ്ടാക്കും. എങ്ങനെ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്ലസ് ആയതുകൊണ്ട് വലിയ ഇമേജ്, വെർച്വൽ ആയ വലിയ ഇമേജ് അല്ലെ. 2 അല്ലേ? +2 ആയതുകൊണ്ട് വെർച്വൽ ആയ വലിയ ഇമേജ്, മിഥ്യയും വലുതും കിട്ടും. അപ്പൊ ഇതും കിട്ടും. സെറ്റ് അല്ലേ? ഇത് കിട്ടുമോ? കിട്ടും. ഓൾറെഡി പറഞ്ഞു, നെഗറ്റീവ് കണ്ട ഒന്നും നോക്കേണ്ടതില്ല. നെഗറ്റീവ് ഏത് വാല്യൂ വേണം ആയിക്കോട്ടെ, നെഗറ്റീവ് ആണെങ്കിൽ അത് റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജ് ഉണ്ടാക്കാൻ ആർക്ക് പറ്റും? കോൺവെക്സിന് പറ്റും. അപ്പൊ നെഗറ്റീവ് കണ്ടങ്ങൾ അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞോളൂ. പക്ഷെ പോസിറ്റീവ് കാണുമ്പോൾ ഒരു ഡൗട്ട് വരേണ്ടതുണ്ട്. പോസിറ്റീവ് സെയിം സൈസും കിട്ടൂല, ഡിമിനിഷനും കിട്ടൂല. എന്താ കിട്ടുക? വലുത് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഇത് കിട്ടും. അപ്പൊ കിട്ടാത്ത ആരൊക്കെയാണ്? കിട്ടാത്ത ആൾക്കാർ +1ഉം അതേപോലെ +0.5 ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, മനസ്സിലാക്കി വെക്കുക. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒരു ട്രിക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. നെഗറ്റീവ് കോൺവെക്സ് ആയിരിക്കും. നെഗറ്റീവ് പ്ലസ് വാല്യൂ ഒന്നിനെക്കാട്ടും വലുത് ഏതായിരിക്കും? കോൺവെക്സ് ആയിരിക്കും. ഇത് നിങ്ങൾ പഠിക്കണ്ട, വിട്ടേക്ക്. നിങ്ങൾ പഠിക്കേ വേണ്ട. ഒരു കാര്യം മാത്രം പഠിച്ചാൽ മതി. പോസിറ്റീവ് വാല്യൂ ഒന്നിനെക്കാട്ടും ചെറുത്, പോസിറ്റീവ് ഒന്നിനെ ചെറുത്, അത് ഏതായിരിക്കും? കോൺകേവ്. ഇത് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ ഒരു പോസിറ്റീവ് വാല്യൂ ഒന്നിനെക്കാട്ടും ചെറുതാണെങ്കിൽ കോൺകേവ് ആയിരിക്കും. ബാക്കി എല്ലാം ഏതായിരിക്കും? ബാക്കി എല്ലാം കോൺവെക്സ് ആയിരിക്കും. ഇത് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് മാർക്ക് കിട്ടും മക്കളെ, ഉറപ്പായിട്ടും കിട്ടും. ഒരാളും നിങ്ങളെ വന്ന് തെറ്റിക്കൂല. നിങ്ങൾ മൈൻഡിൽ കൃത്യമായിട്ട് പഠിച്ചാൽ മതി. സപ്പോർട്ട് ആൻഡ് എംഎസ് നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആണേ? സോ വീണ്ടും കാണാം. ബൈ.